കഠിനവ്രതത്തിന്റെ പുണ്യദിനങ്ങൾ പൂർത്തിയാക്കി, ആത്മസംസ്കരണത്തിന്റെ ദിനരാത്രങ്ങൾ പൂർത്തിയാക്കി, ത്യാഗോജ്വലമായ വ്രതം ദൈവത്തിലർപ്പിച്ച് ഹൃദയശുദ്ധിയോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും പുണ്യമാസമായ റമദാൻ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും സമയമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആത്മീയ അച്ചടക്കത്തിന്റെയും അള്ളാഹുവിനോടുള്ള ഭക്തിയുടെയും സമയമായാണ് ഇത് കണക്കാക്കുന്നത്. ദയാപ്രവർത്തികളാലും വർദ്ധിച്ച പ്രാർത്ഥനയാലും ഇഫ്താറിൽ പ്രിയപ്പെട്ടവരുമായി നോമ്പു തുറക്കുക എന്നതുമെല്ലാം പെരുന്നാളിനെ വരവേൽക്കുന്നു. ഇസ്ലാമിക ചാന്ദ്ര കലണ്ടറിലെ 9ാം മാസമാണ് റമദാൻ. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വിവേചനമില്ലാതെ സഹനമാണ് ജീവിതമെന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിന്റെ 100 പൂക്കൾ വിരിയിച്ചുകൊണ്ട് വീണ്ടും റമദാൻ വരവായി. എല്ലാതരം നന്മകളും നിറഞ്ഞുകൊണ്ട് സംസ്കാര സമ്പന്നനായി ജീവിക്കാൻ ഖുർആൻ വഴികാട്ടുന്നു. ആഹാരപാനീയങ്ങൾ വെടിഞ്ഞിട്ടുള്ള കർമ്മമായതുകൊണ്ട് അവ ലഭിക്കാതെ ജീവിക്കുന്ന സഹജീവികളെ കുറിച്ചും അവൻ ബോധ്യവാനാകുന്നു. വിശ്വാസികളുടെ ഉപവാസവും പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടട്ടെ, അവരുടെ ഹൃദയം തൃപ്തിയാൽ നിറയട്ടെ. റമദാൻ വിശ്വാസികൾക്ക് അനന്തമായ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ റമദാൻ അനന്തമായ അനുഗ്രഹങ്ങളും സന്തോഷവും വിജയവും കൊണ്ട് നിറയട്ടെ. എപ്പോഴും അല്ലാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ. വിശ്വാസവും സ്നേഹവും ആത്മീയ പ്രബുദ്ധതയും നിറഞ്ഞ ഒരു അനുഗ്രഹീത റമദാൻ ആശംസിക്കുന്നു.